Yeah, we are live now. എല്ലാവർക്കും അനദർ ഒരു ബ്യൂട്ടിഫുൾ ലൈവ് എപ്പിസോഡിലേക്ക് വെൽക്കം. സോ ഞങ്ങളെല്ലാം ഒരുപാട് പ്രാവശ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ ടോക്കിംഗ് അബൌട്ട് വി ആർ ഓൾ ലൈക്ക് ഡിഫറെന്റ് പ്രൊഫഷണൽസ്. നമുക്കിപ്പോൾ ഇന്ന് നമ്മളുടെ ലൈവിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാര് ഒരു ഡോക്ടർ ഉണ്ട്, നഴ്സസ് ഉണ്ട്, അതുപോലെ ഫാർമസിസ്റ്റ് ഉണ്ട്. അങ്ങനെ മൾട്ടിപ്പിൾ പ്രൊഫഷണൽസ് ആണ് നമ്മുടെ ഈ ലൈവിൽ ഒന്ന് ജോയിൻ ചെയ്യുന്നത്, റൈറ്റ്? അപ്പം ഒരുപാട് ഞങ്ങളെല്ലാം ഒരു കാര്യത്തെ കുറിച്ച് വാദോരാതെ സംസാരിക്കാൻ നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടാവും, വിച്ച് ഈസ് ഡിജിറ്റൽ ബിസിനസ്, റൈറ്റ്? ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം. അപ്പം നിങ്ങൾ ഒരു പക്ഷേ 2026 പോവാൻ തുടങ്ങുന്ന ആൾക്കാരാണ്. ഓക്കെ, നമ്മളെല്ലാവരും വി ആർ ഓൾ കൈൻഡ് ഓഫ് എന്താ പറയാ, ഒരു ന്യൂ ഇയർ റിസർവേഷൻ എടുക്കുന്ന സമയമാണ് ഇപ്പോൾ എല്ലാം, അല്ലേ? അപ്പൊ നമ്മളെല്ലാം ചിന്തിക്കും, വാട്ട് ക്യാൻ ഐ ഡു ബെറ്റർ ഫോർ മൈസെൽഫ് ആൻഡ് മൈ ഫാമിലി, റൈറ്റ്? അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പം ഞങ്ങൾക്ക് നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോമാണ്. ദിസ് ഇസ് എ പ്ലാറ്റ്ഫോം ദാറ്റ് ഹാസ് ചേഞ്ച്ഡ് അവർ ലൈഫ്. ഓക്കെ, സോ നിങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ മേ ബി യു ആർ ലുക്കിംഗ് ഫോർ എൻ എക്സ്ട്രാ സ്ട്രീം ഓഫ് ഇൻകം. നിങ്ങൾക്ക് എന്ത് ചെയ്യണം, എവിടെ തുടങ്ങണം, എങ്ങനെ അറിയില്ല. ബിസിനസ് ഒന്നും പക്ഷേ നിങ്ങളുടെ കൺസെപ്റ്റ് പോലും കാണില്ല. പക്ഷേ യു ജസ്റ്റ് നീഡ് സം എക്സ്ട്രാ ഇൻകം വിത്തൗട്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ എക്സ്ട്രാ ജോലിക്ക് പോകാന്നുള്ളത്, ഇഫ് യു ആർ എ പ്രൊഫഷണൽ, മേ ബി ആൻ ഓപ്ഷൻ ഫോർ യു. പക്ഷേ ദാറ്റ് ഈസ് ആക്ച്വലി ടേക്കിംഗ് എവേ ദ ടൈം ഫ്രം യു, അല്ലേ? നമ്മുടെ ഫാമിലി നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ടൈം നമ്മുടെ കയ്യിൽ നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. സോ മേ ബി യു ലുക്കിംഗ് ഫോർ എ ഫ്ലെക്സിബിൾ സൊല്യൂഷൻ, റൈറ്റ്? ഫ്ലെക്സിബിൾ. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ ഫ്ലെക്സിബിൾ ആണെന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. ഇറ്റ് ഷുഡ് ബി സംതിങ് റിവാർഡിങ്, റൈറ്റ്? അല്ല ചുമ്മാ സമയം എടുത്തിട്ട് കാര്യമില്ല. ബിക്കോസ് നൺ ഓഫ് us ഹാസ് ലൈക്ക് ലോട്ട് ഓഫ് ടൈം, റൈറ്റ്? നമുക്ക് എല്ലാവർക്കും ലിമിറ്റഡ് ടൈമുള്ള ആൾക്കാരാണ്. വി ഓൾ ഹാവ് ലൈക്ക് ബിസി പ്രൊഫഷൻ, ഫാമിലി എല്ലാം ഉള്ള ആൾക്കാരാണ്. സോ ഇതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ഡോണ്ട് ഹാവ് എ ടൺ ഓഫ് ടൈം ഓർ റിസോഴ്സസ് ടു സ്പെൻഡ്, അല്ലേ? ബട്ട് വി നീഡ് സംതിങ് to find which is productive, lucrative, legitimate, rewarding, right? അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. സോ എനിബഡി ഹു ഇസ് ലുക്കിംഗ് ഫോർ എൻ എക്സ്ട്രാ സ്ട്രീം ഓഫ് ഇൻകം, this is a business opportunity, and that you can do along with your full-time job or your family commitments and everything. Okay, so അതാണ് നമ്മൾ ഇന്ന് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ കൂടെ ലൈവിൽ ജോയിൻ ചെയ്യുന്നത് ഡോക്ടർ ജീന ഫ്രം USA, ബിജി പോൾ ഫ്രം കാനഡ, ആൻഡ് മേഘ മാത്യു ഫ്രം USA, ആൻഡ് എൽസി ചേച്ചി ഫ്രം ഓസ്ട്രേലിയ. സോ ഒരു ഇന്റർനാഷണൽ മീറ്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സോ ഒരു ഗ്ലോബൽ മീറ്റ് ആണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഈ ബിസിനസ്സിൽ വരുന്നതിന് മുമ്പ്, ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ പരിചയപ്പെടുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് നമുക്ക് കൺസേൺസ് ഉണ്ടായിരുന്നു, ഫിയർ ഉണ്ടായിരുന്നു. ബട്ട് വി ടുക്ക് ആൻ ആക്ഷൻ എനിവേ, റൈറ്റ്? ഞങ്ങളെല്ലാവരും ഒരു പേടിയോട് കൂടെ ഞങ്ങളെ എടുത്തു വെച്ച കുറച്ച് ചുവടുകളാണ് ഇന്ന് നമ്മൾ ഒരു വലിയ ഫ്രീഡത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ കഴിഞ്ഞ 22 വർഷമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ക്രിട്ടിക്കൽ കെയർ RN എന്നുള്ള പൊസിഷനിൽ നിന്ന് ഞാൻ കംപ്ലീറ്റ് റിട്ടയർഡ് ആയി. ഐ ക്വിറ്റ് മൈ ജോബ് and I'm doing this business full time and coaching around above 500 people from around the globe of different background, right? എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്കോപ്പാണ് നമ്മളിത് കാണിക്കുന്നത്. ആൻഡ് ഐ സ്റ്റാർട്ടഡ് ഫ്രം സീറോ എക്സ്പീരിയൻസ്, and I started with like, I didn't want to have a business as such. I wanted to have some extra income, right? നമ്മളെല്ലാവരും ബിസിനസ് തുടങ്ങുന്നതിന് വേണ്ടിയാണ്, പൈസ വേണം, പൈസ ഉണ്ടാക്കാനായിട്ടാണ് തുടങ്ങുന്നത്. ബട്ട് നൗ അറ്റ് ദിസ് പോയിന്റ് ഓഫ് മൈ ലൈഫ്, ദിസ് ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് മണി ഫോർ മീ, ദിസ് ഇസ് അബൌട്ട് ഫ്രീഡം ഫോർ മീ. ആൻഡ് ഓൾസോ ഐ എം വെരി happy to share this platform and recommend this platform to a lot of people, because we are seeing that due to our recommendation, how many people are actually changing their lives on a daily basis. ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് ഒരു ഫുൾഫില്ലിംഗ് ഒരു എക്സ്പീരിയൻസ് തന്നെ വേണമെങ്കിൽ പറയാം. So we're very happy to help other people as well. So if you're looking for life-changing opportunity like us as well. So ഇന്ന് നമ്മൾ സംസാരിക്കാൻ ആദ്യം പോകുന്നത് ഡോക്ടർ ജീനയാണ്. ഡോക്ടർ ജീന ഈസ് ഓഫ് കോഴ്സ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കൊച്ചായിരിക്കുമ്പോൾ നമുക്ക് ആരാവണം? ഡോക്ടർ ആവണം, അല്ലെ എഞ്ചിനീയർ ആവണം, അല്ലേ? ആൻഡ് നൗ ഹിയർ ഷീ ഈസ് ഡോക്ടർ ജീന, ആൻഡ് ഷീ ഈസ് ഓൾറെഡി എ ഡോക്ടർ, and I'm sure she's having a very well paid job, right? എന്താണ്, what is missing in that? എന്തുകൊണ്ടാണ് ജീന ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തിരഞ്ഞെടുക്കാൻ കാര്യം? ആൻഡ് and why do you think that this is the perfect opportunity for a person like you എന്ന് നമ്മുടെ ഓഡിയൻസിന് അടുത്ത് ഒന്ന് ഷെയർ ചെയ്യാമോ? Hello, everyone. Thank you, Sharon, for this wonderful opportunity. So the reason I picked up this business is this is something I can do alongside my job, because it's very flexible. So I don't have to compromise my time with family. So I can choose when I want to work. I don't have a boss to answer to.
I don't have any deadlines. And also, I don't need to wait in the traffic for long hours to drive to and go to work. So even if I wake up in the morning, even in my pajamas, I can still do this work. So that is one flexibility. And if I want to work in the morning, I can do that. If I want to work late night, I can do that too. So there's no time restriction. There's no boss I have to answer to. So those are some of the perks which really attracted me to this business. And another thing which I feel is more important is this business brought me out of my comfort zone. So it kind of took out talents in me, which I did not realize I had. So if anybody who is here who is really looking for a legitimate business opportunity, I think I can surely say this is a gold mine. You have to look into this. So everybody's name and the phone numbers are also mentioned here. Please reach out to one of us and we'll be more than happy to help you. Thank you, Dr. Gina. So, Dr. Gina, what is if somebody is asking you, like, what is your one reason to recommend this platform to anybody in ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഡോക്ടർ ജീന എന്തുകൊണ്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റിനെ റെക്കമെൻഡ് ചെയ്യും? First of all, you don't have to have any technical background. Anybody can learn it. You don't have to be a doctor. As long as you're willing to spend time and learn this and follow the steps, anybody can do it. And the training session is there. We will be included in the VIP group. The training is provided. All the step-by-step instruction is given. All you have to do is follow it. And also, the team members are very helpful. They're always there to help me when I have a need. സോ ഇതിന്റെ ഒരു സപ്പോർട്ടാണ് ഇതിന്റെ ഒരു വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ? ഇപ്പം മിക്കവാറും ആൾക്കാർ ഡിജിറ്റൽ ബിസിനസ് എന്ന് പറയുമ്പോൾ അവരുടെ മെയിൻ കൺസേൺ എന്താണ്? ഡിജിറ്റൽ ബിസിനസ്സോ? അപ്പം ഡിജിറ്റൽ ബിസിനസ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അതൊരു കുഞ്ഞുകളി അല്ല. ശരിക്കും പറഞ്ഞാൽ ദ പ്ലാറ്റ്ഫോം ഇൻക്ലൂഡ്സ് എന്താ പറയുക, സെയിൽസ് ഫണല്, വെബ്സൈറ്റ്, അഡ്വർടൈസ്മെന്റ്, അതൊന്നും നമുക്കൊന്നും യാതൊരു പരിചയമില്ലാത്ത ഒരു ഡോക്ടറെ സംബന്ധിച്ചോളം, ഒരു ഫാർമസിസ്റ്റിനെ സംബന്ധിച്ചോളം, അല്ലെങ്കിൽ ഒരു ആറിനെ സംബന്ധിച്ചോളം അതൊന്നും നമുക്ക് ലൈക്കിനോ ഇറ്റ് കൈൻഡ് ഓഫ് എന്താ പറയുക കംപ്ലീറ്റ് സ്ട്രേഞ്ച് തിങ് ആണ്. അപ്പം ഇതൊരു എല്ലാവർക്കും അറിയാം. ഈ റിയലിസ്റ്റിക്കലി ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മളെ ശരിക്കും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇൻവോൾവ്സ് എ ലോട്ട് ഓഫ് ടെക്നിക്കൽ സ്റ്റഫ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അല്ലേ? സോ അവിടെയാണ് ഒരുപാട് ആൾക്കാരുടെ ഒരു കൺസേൺ, ഓക്കെ എനിക്ക് അതൊന്നും അറിയില്ല, ഐ എം നോട്ട് എ ടെക്നിക്കൽ പേഴ്സൺ ആൻഡ് ഹൗ വിൽ ഐ മാനേജ് ദിസ്. അവിടെയാണ് ഡോക്ടർ ജീന പറഞ്ഞ ആ ഒരു ക്വസ്റ്റിന് ആൻസർ വളരെ സിഗ്നിഫിക്കൻ്റ് ആവുന്നത്. കാരണം യു ഡോണ്ട് ഹാവ് ടു ബി എ ടെക്നിക്കൽ പേഴ്സൺ. കാരണം ഇതുപോലെ കോംപ്ലിക്കേറ്റഡ് ടെക്നിക്കൽ തിങ്സ് ഒക്കെ നമുക്ക് വേണ്ടി ചെയ്യാനായിട്ട് ടെക് ടീം തന്നെയുണ്ട്. അതായത് നമ്മൾ ഡോക്ടറാണ്, നമ്മൾ നേഴ്സാണ്, വി ഡോണ്ട് ഹാവ് ദിസ് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ഓർ നോളജ്. പക്ഷേ അതറിയാവുന്ന ആൾക്കാർ വി ആർ കൈൻഡ് ഓഫ് എന്താ പറയുക ഒരു കൊളാബറേറ്റ് ചെയ്താണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് ഒരു പ്ലാറ്റ്ഫോമിൽ. നമുക്ക് 250K ആൾക്കാരുണ്ട്, നമ്മളെല്ലാവരും ത്രൂ കൊളാബറേഷൻ ആണ് വർക്ക് ചെയ്യുന്നത്. സോ അതിൽ എക്സ്പേർട്സ് ആയ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സും IT പ്രൊഫഷണൽസും നമ്മുടെ പ്ലാറ്റ്ഫോമിലുണ്ട്. ആൻഡ് ദേ ആർ ഡെഡിക്കേറ്റഡ് ഒരു ടെക് ടീം നമുക്ക് വേണ്ടിയുണ്ട്. അവരാണ് നമുക്ക് ഈ കോംപ്ലിക്കേറ്റഡ് തിങ്സ് ഒക്കെ ചെയ്തു തരുന്നത്. ഓക്കെ. ആൻഡ് ഓൾസോ നമ്മുടെ ട്രെയിനിങ് സൈറ്റ് എല്ലാം തന്നെ വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസ് ആണ്. എല്ലാം വീഡിയോ ഫോർമാറ്റിലുള്ള കുഞ്ഞു വീഡിയോ ഫോർമാറ്റിലുള്ള ട്രെയിനിങ്സ് ആണ്. ആൻഡ് ഓൺ ദ ടോപ്പ് ഓഫ് ദാറ്റ് ഇഫ് യു ആർ സ്റ്റക്ക് ആൻഡ് യു ഹാവ് ഡയറക്ട് മെന്റേഴ്സ് ആൻഡ് കോച്ചസ് ടു ഹെൽപ്പ്. ഇപ്പൊ നമ്മുടെ ഗോഗറ്റേഴ്സിന് ഞങ്ങളുടെ ടീമിന്റെ പേരാണ് ഗോഗറ്റേഴ്സ്. ഇപ്പൊ ഗോഗറ്റേഴ്സിന്റെ ടീമിൽ തന്നെ നമുക്കറിയാം റൗണ്ട് ദ ക്ലോക്ക് ഡ്രോപ്പ് ഇൻ സെഷൻസ്, continuous support ആണ്. And the person who is coming with no experience, they will not be stuck anywhere. Of course, there will be ups and downs and everything. There will be like, the task to conquer and everything. പക്ഷേ ഒരിക്കലും ഒരു ഹെൽപ്പ് ഇല്ലാതെ അവർ പോവില്ല. if we are, we have, we can connect to other people outside our team, our entire global business partners നമുക്ക് കണക്ട് ചെയ്യാനൊക്കെയുള്ള പ്ലാറ്റ്ഫോമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ബേസിക്കലി. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മളെപ്പോലുള്ള സാധാരണക്കാര് ഇത്രയും വലിയൊരു വെഞ്ചറിൽ സക്സസ്ഫുൾ ആവാൻ കാര്യം അല്ലേ? സോ അതുമായിട്ട് ഞാൻ കംപ്ലീറ്റ്ലി എഗ്രി ചെയ്യുന്നു ഡോക്ടർ ജീന. ഞാനും ഇതുപോലെ വന്നപ്പോൾ അതുപോലെ എനിക്ക് ഈ പറഞ്ഞ പോലെ ഏറ്റവും ഒരു കാര്യങ്ങൾ അറിയത്തില്ലായിരുന്നു. അപ്പൊ ഞാൻ ഈ വന്ന് പഠിച്ച സമയത്തൊക്കെ ട്രെയിനിങ് സൈഡ് തുറന്ന സമയത്ത് ഞാൻ ആലോചിച്ചു ദൈവം ഇതെന്തൊക്കെയാണ് ഞാൻ പഠിക്കുന്നത്. കാരണം ആസ് നേഴ്സസ് നമ്മൾ എന്തൊക്കെയാണ് പഠിക്കുന്നത്? നമ്മൾ ആകെ നമുക്ക് ആകെ അറിയാവുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലേ, ഹ്യൂമൻ ബയോളജി, അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് അറിയുള്ളൂ. അല്ലാതെ അതിൽ കൂടുതലൊന്നും നമുക്ക് അറിയത്തില്ല. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഒരു ഡിഫറെന്റ് ഫീൽഡാണ്. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചു ദൈവമേ നമുക്ക് അറിയാത്ത എന്തുമാത്രം കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ ഇല്ലേ എന്നൊക്കെ എനിക്ക് ചിന്തിച്ചു. പക്ഷെ ഐ സ്റ്റിൽ ഡിഡ് നോട്ട് തിങ്ക് ദാറ്റ് ഇതിന് ഇതുപോലെ പോസിബിലിറ്റി ഉള്ള ഒരു ബിസിനസ്സാണ്. ഞാനിത് ഒരു 5 വർഷം മുമ്പ് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. ആൻഡ് എന്താ പറയാ, ഇത് ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ എന്നെ മോർഗേജ് ഫ്രീ ആക്കുമെന്നോ 5 വർഷം കഴിയുമ്പോൾ എന്നെ ജോബ് കംപ്ലീറ്റ് കുറ്റ് ചെയ്യിപ്പിക്കുമെന്നോ
എനിക്ക് എന്നെ ഫിനാൻഷ്യൽ ഫ്രീ ഒരു അല്ലെങ്കിൽ ഫിനാൻഷ്യൽ വെറിലെസ് ഒരു ലൈഫ് എനിക്ക് ജീവിക്കാൻ പറ്റുമെന്നോ ഇതൊന്നും ഞാൻ ഒരിക്കലും ഞാൻ ചിന്തിച്ചിരുന്നില്ല കേട്ടോ. ഐ തോട്ട് ലൈക്ക് ഐ ആക്ച്വലി കേം ഇൻ ടു ദിസ് ബിസിനസ് ഫോർ ലൈക്ക് ഒരു $100-200 ഉണ്ടാക്കാൻ പറ്റിയാൽ എന്നാലോചിച്ചിട്ടാണ് വന്നത്. കാരണം സൈഡ് ഹസിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ എക്സ്പെക്ടേഷൻ അത്രേ ഉള്ളൂ അല്ലേ. കാരണം വി ഡോണ്ട് എക്സ്പെക്ട് ലൈക്ക് $1,000 ഫ്രം സൈഡ് ഹസിൽ ലൈക്ക് അല്ലെങ്കിൽ അതുപോലെ നല്ല ഒരു സൈഡ് ഹസിൽ ആയിരിക്കണം അത്. പക്ഷെ അങ്ങനെ ഒരു സൈഡ് ഹസിൽ എവിടെ കിട്ടും എന്നാണ് എന്ത് വിശ്വസിക്കാം എന്ത് വിശ്വസിക്കത്തില്ല, അതൊക്കെ ഒരുപാട് ആൾക്കാരുടെ കൺസേൺസ് ആണ് അല്ലേ. അപ്പം അവിടെയാണ് നമ്മുടെ ഒരു പ്ലാറ്റ്ഫോം സിഗ്നിഫിക്കന്റ് ആവുന്നത്. ദിസ് ഇസ് കംപ്ലീറ്റ്ലി ലെജിറ്റ് ആൻഡ് ആൻഡ് ദാറ്റ് യു ക്യാൻ ബിൽഡ് ഇൻ യുവർ ഓൺ ടൈം, in your own comfort zone, in your own home, and it's a very rewarding business, and that you can build with full support. Okay, thank you, Dr. Jina. Over to you, Biji Paul. ബിജി പോള് ഒരു ഫാർമസിസ്റ്റ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ പണ്ട് ബിജിയുമായിട്ട് ലൈവ് പോയിരുന്നു, ഒരു ഹെൽത്ത് ലൈവ് പോകുന്നത്. ഷീസ് എ ഹെൽത്ത് കോച്ച്. ഐ എം ആക്ച്വലി മിസ്സിംഗ് ദാറ്റ് ടൈം. സോ ബിജി പോളിന് ഇന്ന് എന്താണ് നമ്മുടെ ഓഡിയൻസ് അടുത്ത് പറയാനുള്ളത്? ക്യാൻ യു ടെൽ എ ലിറ്റിൽ ബിറ്റ് അബൌട്ട് യുവർ സെൽഫ്? വാട്ട് ഈസ് യുവർ പെയിൻ പോയിന്റ്? ആൻഡ് അതുപോലെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് നോക്കാൻ കാര്യം എന്താണ്? കാരണം നമ്മൾ എല്ലാവരും തന്നെ ഔട്ട് സൈഡ് നോക്കുമ്പോൾ വളരെ സ്കെപ്റ്റിക്കൽ ആയിരിക്കുന്ന ഒരു, പ്രത്യേകിച്ചും ഓൺലൈനിൽ കേൾക്കുമ്പോൾ ഒത്തിരി സ്കെപ്റ്റിക്കൽ ആവും അല്ലേ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ സ്കെപ്റ്റിസിസം എന്തായിരിക്കും? ഇത് ശരിയാണോ? ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടിയാണോ? രണ്ടാമത്തെ കാര്യം നമ്മുടെ എല്ലാം ഇതെന്താണ്? ഓക്കെ, ഇതൊക്കെ ഉള്ളതാണെങ്കിലും ഇത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? എന്റെ പൈസ പോകുമോ അല്ലേ? എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതെല്ലാം സ്കെപ്റ്റിസിസത്തിൽ പെടും അല്ലേ. സോ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനിൽ എന്തുകൊണ്ട് ബിജി ഒരു പ്ലാറ്റ്ഫോം സെലക്ട് ചെയ്തു? ആൻഡ് ഹൗ ഡു യു ഫീൽ നൗ? Okay. Thank you, Sharon. Thank you, Sharon, for inviting me to the page. And പേര് ബിജി പോൾ. ഞാൻ ആക്ച്വലി മിഷിഗണിൽ ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ആൻഡ് പ്ലസ് ഐ എം എ കനേഡിയൻ. സോ ദാറ്റ് ഇസ് ദ ബിഗസ്റ്റ് വൈ വിച്ച് ഐ ഹാവ്. ഞാൻ ആക്ച്വലി ഡെയിലി ഒരു 9 to 5 ജോബാണ്. പക്ഷെ 1 to 2 hours ഞാൻ കമ്മ്യൂട്ട് ചെയ്യുന്ന ഒരാളാണ്. മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ ഒരു ബ്രിഡ്ജിനകത്ത് സ്റ്റക്ക് ആയിരിക്കും. അപ്പോൾ എൻ്റെ ടൈം ഓൾമോസ്റ്റ് 1 hour ഞാൻ ചിലപ്പോൾ അവിടെ ഇരിക്കും. അപ്പോൾ അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, വൈ കുഡൻ ഐ ഡു സംതിങ് വിച്ച് ക്യാൻ ബി യൂട്ടിലൈസ്. ആ ടൈം യൂട്ടിലൈസ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹം. മോസ്റ്റ്ലി ഞാൻ പോഡ്കാസ്റ്റ് ലിസൺ ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. പക്ഷെ ഞാൻ ഇതിനെല്ലാത്തിനും ഉപരി എൻ്റെ ഒരു ബിഗസ്റ്റ് റീസൺ എന്ന് പറയുന്ന റീസൺ എന്താണെന്ന് വെച്ചാൽ, ഒരു ടൈമിൽ എനിക്കൊരു ഭയങ്കരമായിട്ടൊരു ഹെൽത്ത് ക്രൈസിസ് വന്ന സമയത്ത് വാട്ട് ഐ ഡിഡ് ഇസ് ഐ ഡിസൈഡഡ് മൈസെൽഫ് ദാറ്റ് ഞാൻ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇനി ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ വരരുത്. പക്ഷെ വന്നാൽ ഞാൻ റെഡിയാണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എൻ്റെ മനസ്സിൽ വന്നു. അന്ന് തൊട്ട് ഞാൻ ആക്ച്വലി ഐ ഡിസൈഡഡ് ടു ലുക്ക് ഫോർ സംതിങ് ആൻഡ് ഐ ട്രൈഡ് സംതിങ് ഡിഫറെന്റ് ടു. ഐ മീൻ പല ഇൻഡസ്ട്രീസും ഞാൻ ട്രൈ ചെയ്ത് നോക്കി. ഫിനാൻഷ്യൽ ഇൻഡസ്ട്രി പ്ലസ് കൗൺസിലിംഗ് ഫാർമസിസ്റ്റ്, അങ്ങനെയൊക്കെ ഓൺ കോൾ ഫാർമസിസ്റ്റ് ആയിട്ട് വരെ ഞാൻ ആ ഒരു 1 year പീരീഡിൽ ഞാൻ ജോലിക്ക് പോകാതപ്പോൾ ഞാൻ ചെയ്തിരുന്നു. പക്ഷെ അതൊന്നും എനിക്കൊരു ടൈം ബൗണ്ട് കാര്യമായിട്ടാണ് എപ്പോഴും തോന്നിയത്. ബിക്കോസ് ഞാൻ 100 പീപ്പിളിനെ വിളിച്ചാൽ എനിക്ക് 2-3 ആൾക്കാരാണ് സക്സസ്ഫുൾ ആയിട്ട് എനിക്ക് കിട്ടുക. എന്ന് വെച്ചാൽ ഇറ്റ്സ് ലൈക്ക് കൈൻഡ് ഓഫ് യു ആർ ട്രൈങ് ടു ഗെറ്റ് പീപ്പിൾ. ഈ ബിസിനസ്സിൽ വന്നത് ഞാൻ അത് കഴിഞ്ഞിട്ടാണ്. അത് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് അങ്ങനെ ഒരു ടൈം ബൗണ്ട് ലിമിറ്റ് ഒന്നും നമുക്ക് ഈ ബിസിനസ്സിലില്ല. എനിക്ക് കിട്ടുന്ന സമയം എപ്പോഴാണോ അപ്പോൾ മാത്രമാണ് ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നത്. എസ്പെഷ്യലി ഞാൻ പറഞ്ഞ ഈ കമ്മ്യൂട്ടിന്റെ സമയത്ത് 1 to 2 hours ഞാൻ മാക്സിമം ഇപ്പൊ യൂട്ടിലൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ കോൾസ് സ്കെഡ്യൂൾഡ് ആണ്. ചിലപ്പോൾ ഞാൻ ട്രെയിനിങ്ങിന്റെ കുറച്ച് വീഡിയോസ് ഞാൻ മാറ്റി വെച്ച് കേൾക്കാനുള്ളത് കേൾക്കുന്നത്. അപ്പൊ എനിക്ക് ആ 1 to 2 hours ഞാൻ ഒരിക്കലും ഒരു വേസ്റ്റ് ആയിട്ട് എനിക്ക് പോകാറില്ല. പിന്നെ വന്നിട്ടാണെങ്കിലും ഞാൻ ജോലി കഴിഞ്ഞ് വന്നിട്ടുള്ള ചെയ്യുന്ന കാര്യങ്ങളാണ് എനിക്ക് ചെയ്യാവുന്നുള്ളൂ. ഒരു ടൈം ലിമിറ്റ് ഇല്ല. പ്ലസ് ഞങ്ങൾ ഫാർമസിയുടെ ഫീൽഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കൊരു 100 ഫ്ലൂ ഷോട്ട് എടുക്കണം, അല്ലെങ്കിൽ ഡെയിലി ഇത്ര ടാർഗറ്റ് ഉണ്ട്. അങ്ങനെ ഇതിനകത്തൊരു ടാർഗറ്റ്സ് ഇല്ല. ഞാൻ മറ്റു ജോലികളെല്ലാം ചെയ്ത സൈഡ് ഹസിൽസ് എല്ലാം ചെയ്തതിലും എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ നമ്മൾ ഇത്ര ചെയ്യണം എന്നുണ്ട് ഒരു ദിവസം. ആ ചെയ്യണം എന്നുള്ളൊരു ലിമിറ്റ് ഇല്ല. ഇവിടെയും ടാർഗറ്റ്സ് ഇല്ല. ആൻഡ് നമ്മളാണ് ഡിസൈഡ് ചെയ്യണം നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതും. നമ്മൾ യുവർ ഓൺ ബോസ്. ആൻഡ് ദിസ് ബിസിനസ് ഇസ് ബിസിനസ് ഇൻ എ ബോക്സ്. സിംപ്ലി സെഡ് നമുക്ക് ആ ഫോൺ കയ്യിലുണ്ടെങ്കിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. പിന്നെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി തന്നെയാണ് ഇതിനെ എനിക്ക് അട്രാക്ട് ചെയ്തത്. പിന്നെ ഷെറിൻ പറഞ്ഞ സ്കെപ്റ്റിസിസവും ഇതൊക്കെ, നമ്മളെല്ലാവരും അഡൽസ് ആണ്. നമുക്ക് എല്ലാവർക്കും നമ്മളുടേതായ രീതിയിൽ റിസർച്ച് ചെയ്യാനും ജഡ്ജ്മെന്റ് ചെയ്യാനും നമുക്ക് എല്ലാവർക്കും ഓരോ ആൾക്കാരും നമ്മൾ കാണുമ്പോഴാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പറയും ഓക്കെ, ഓ അവരങ്ങനെ ഇവരങ്ങനെ. സോ വെൻ യു സീ സംബഡി ഡൂയിങ് ദിസ് ആൻഡ് not only one person, there is 270k people doing it. And out of that they are successful. ഞങ്ങൾ ഓപ്പൺ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ തന്നെ അറിയാം how confident we are in talking about this business. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മിക്കപ്പോഴും I research myself. When I saw somebody doing it, they were successful, and I'm saying there is something in it. If it is something in it, I wanted to explore that. And because I've tried so many things and which was not aligning to my own schedule.
And this is one thing which aligned to my own schedule. So I felt very comfortable and I was really like, പിന്നെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്തുമാത്രം നമ്മൾ എഫർട്ട് ഇടുന്നോ, നമ്മുടെ സക്സസ് ഡിഫൈൻ ചെയ്യുന്ന നമ്മുടെ എഫർട്ടിനെ ഏത് ജോലിയിലാണെങ്കിലും. ഇപ്പൊ ഞാൻ ഫാർമസിസ്റ്റ് ആണ്, ദർ ഇസ് ഹൗ മെനി മില്യൺ ഫാർമസിസ്റ്റ് ദർ, എത്ര പേര് അവരുടെ ജോലിയിൽ സക്സസ്ഫുൾ ആണോ അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളത് അവർ തന്നെയാണ് ഡിസൈഡ് ചെയ്യുന്നത്. നമ്മൾ മേ ബി ലൈക്ക് ഫോർ മീ I want to do what 100% what my എൻ്റെ എന്താ പറയുക നമ്മുടെ ഉള്ളിൽ ജസ്റ്റിസ് തരുന്ന കാര്യങ്ങൾ ചെയ്യാനാണ് എനിക്ക് ആഗ്രഹം. So I'm doing justice to myself and this gives me happiness. And plus Gina mentioned ചെയ്തതുപോലെ ഞാൻ ഇന്ന് BGA എക്സ്പ്ലോർ ചെയ്തത് ആഫ്റ്റർ കമ്മിങ് ടു ദിസ് ബിസിനസ് ഐ ഹവ് എക്സ്പ്ലോർഡ് മൈസെൽഫ് ടു. എനിക്ക് എന്നിൽ തന്നെയുള്ള ബിലീഫിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ടേൺഡ് ഇൻ ടു 200% ആഫ്റ്റർ കമ്മിങ് ടു ദിസ് ബിസിനസ്. ഐ ന്യൂ ഐ ഹാവ് സം ടാലൻസ് ഇൻ ടെക്നിക്കൽ ഫീൽഡ്, ഐ എം സം ടാലൻസ് ഇൻ ഹെൽത്ത് ഫീൽഡ്, സം ടാലൻസ് ഇൻ ഡൂയിങ് സംതിങ്, ബട്ട് കമ്മിങ് ഓൺ ലൈവ്, ഡു public speaking, അതൊക്കെ Sharon itself is the one who said that we used to do a health live. I was wondering at one point, what am I talking? And I can talk for hours, which I was not even prepared. Some days I was driving directly to work and I think 20 minutes or 30 minutes we go on live and we talk. And I was just thinking, I have that talent that was explored by Sharon, who was my coach. And I was so grateful for her to see that potential in me. So this is what the business is like, what it is. Your mentor or your coach is going to find who you are and they are going to uplift you, which is actually you will not even know until you go through that path. People will look outside and say, oh, that you had it already, but I never thought I had that skill. So that is what I just wanted to say. As Gina mentioned, you will explore your 200% in it. Now I can proudly say I'm a technical expert, I'm a live queen. So many things I've added to my list of things which I can do. So I'm very proud of myself. Seeing me today, like I think I've leveled up really good in where I am right now. So over to you, Sharon. Thank you for that motivation and pumping me up there. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി ബിജി എത്ര സ്വീറ്റ് പേഴ്സൺ ആണെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? ആൻഡ് വി യൂസ് ടു ലൈക്ക് ഡു health live, I think 2 times a week, isn't it, Biji? Or one time a week? Once a week for 6 months we did. 6 months we did. We really enjoyed what we were doing at that time. അന്നാണ് ഞാൻ ആക്ച്വലി മനസ്സിലാക്കിയത് ബിജിക്ക് എന്ത് നോളജ് ഉള്ള ഒരാളാണ് and how precious she is, the way that she talk. And നമുക്ക് ഈ ബിജി സംസാരിച്ചുകൊണ്ടിരിക്കും, ചില ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കും നമുക്ക് കേൾക്കാൻ തോന്നുന്നില്ല, പക്ഷെ ബിജി സംസാരിച്ചുകൊണ്ടിരിക്കും നമുക്ക് എത്ര സമയം വേണമെങ്കിലും കേട്ടോണ്ടിരിക്കാം. അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ബിജി സംസാരിക്കുന്നത്. അപ്പം ഇപ്പൊ ബിജി പറഞ്ഞ പോലെ ഇപ്പൊ ബിജി എന്താ പറയാ, 1 മണിക്കൂർ നമ്മൾ ഡ്രൈവ് ചെയ്തിട്ടാണ് ബിജി ജോലിക്ക് പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, അങ്ങനെ ഒരാളുടെ ലൈഫ് യൂഷ്വൽ പാറ്റേണില് വാട്ട് ഈസ് എ സ്കോപ്പ് ഓഫ് ഹാവിങ് എ സൈഡ് ഹസിൽ ഫോർ ദാറ്റ് കൈൻഡ് ഓഫ് ഒരു ലൈഫിലല്ലേ? അതായത് നമുക്ക് 1 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് അങ്ങോട്ട് പോകുന്നു, 1 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് തിരിച്ച് ഇങ്ങോട്ട് വരുന്നു, പിന്നെ എന്താണ് വാട്ട് ഇസ് ലെഫ്റ്റ്? അവിടെയാണ് നമ്മുടെ ബിസിനസിന്റെ ഒരു പൊട്ടൻഷ്യൽ വരുന്നത്, അതിന്റെ പോർട്ടബിലിറ്റി അല്ലേ? അതായത് നമ്മൾ ആ ഡ്രൈവ് ചെയ്ത് നമ്മൾ വെറുതെ ഒന്നിൽ പാട്ട് കേട്ട് കളയുന്ന സമയം അല്ലേ, ആ സമയം കൊണ്ട് നമുക്ക് ഒരു ബിസിനസ് ചെയ്യാൻ പറ്റുമെങ്കിലോ? ആൻഡ് വാട്ട് അതർ ബിസിനസ് ദാറ്റ് യു ക്യാൻ ഡു ഇൻ ദിസ് വേ അല്ലേ? ഇപ്പൊ നിങ്ങൾ റെസ്റ്റോറൻറ്റ് തുടങ്ങി, നിങ്ങൾക്ക് ഒരിക്കലും അവിടെ പോവാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് നോട്ട് പോർട്ടബിൾ ആൻഡ് ഇറ്റ്സ് നോട്ട് ഫ്ലെക്സിബിൾ. നമ്മുടെ ബിസിനസിനെ കുറിച്ച് എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, ദിസ് സംതിങ് ദാറ്റ് വിൽ വർക്ക് അറൌണ്ട് യുവർ ഫാമിലി, നോട്ട് എഗൈൻസ്റ്റ് യുവർ ഫാമിലി അല്ലേ? നമ്മുടെ കമ്മിറ്റ്മെന്റിനോട് കൂടുതൽ പോകുന്ന ഒരു സംഭവമാണിത് അല്ലേ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതുപോലെ തന്നെ ഈ ഒരു ബിസിനസിനെ കുറിച്ച് ഒത്തിരി പേര് പറഞ്ഞ കാര്യമാണ്, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സെൽഫ് ഡിസ്കവറി എന്ന് പറയുന്ന കാര്യം. അതിപ്പം നമ്മൾ ഈ ബിസിനസ് വരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇതുപോലെ ഐ ഡോണ്ട് ഹാവ് ഒരു ബിസിനസ് സ്കില്ല, എനിക്ക് ഐ നെവർ വാണ്ടഡ് ടു ബിക്കം എ ബിസിനസ് പേഴ്സൺ. പക്ഷേ എനിക്ക് ഇത്രയും കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും കഴിവുകളുണ്ട് എന്നൊക്കെ എനിക്ക് മനസ്സിലാക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഒരു പ്ലാറ്റ്ഫോം. ബിജി പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെ ടീമിലെ ടെക്നിക്കൽ ഗുരുവാണ് ബിജി. ആർക്ക് എന്ത് ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിലും ഷീസ് ആക്ച്വലി വെരി ഗുഡ് ആൻഡ് ഷീസ് ഹാപ്പി ടു ഹെൽപ്പ് പീപ്പിൾ അങ്ങനെ. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ബിജിക്ക് എങ്ങനെയാണ് മനസ്സിലായത്? അത് ബിക്കോസ് ഷീ എക്സ്പ്ലോർഡ് ദ പ്ലാറ്റ്ഫോം, റൈറ്റ്? ഫിനാൻഷ്യൽ ബെനിഫിറ്റ് അതിന്റെ കൂടുതൽ തന്നെ വരും, നമ്മുടെ ഗ്രോത്തിന്റെ കൂടുതൽ വരുന്ന ഒരു കാര്യമാണ് ഫിനാൻഷ്യൽ ബെനിഫിറ്റ്. അപ്പൊ നമ്മളെല്ലാവരും നമ്മളെപ്പോലുള്ള പ്രൊഫഷണൽസ് മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ നമ്മൾ എവിടെ സമയം സ്പെൻഡ് ചെയ്യുന്നുള്ളതാണ്. കാരണം നമ്മൾ കുറെ സമയം സ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല, പക്ഷെ ആ സ്പെൻഡ് ചെയ്യുന്നതിന് നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിലാണ് ഫിനാൻഷ്യൽ ബെനിഫിറ്റ് തന്നെയാണ് ഫസ്റ്റ്. ഹൗ ടു ബി റിവാർഡഡ് അല്ലേ?
അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതിന്റെ പൊട്ടൻഷ്യൽ ഇസ് ഹ്യൂജ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഹൈലി പെയ്ഡ് പ്രൊഫഷണൽസ് ഒരു സൈഡ് ഹസലായിട്ട് ഇത് കൊണ്ടുപോകാൻ കാര്യം. ഓക്കെ, ബ്യൂട്ടിഫുള്ളി എക്സ്പ്ലെയിൻഡ് ബിജി, താങ്ക് യു. ഓവർ ടു യു നൗ മേഘ. മേഘ ഒന്ന് മേഘനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? അതുപോലെ തന്നെ why do you recommend, why do you think that this was the right platform, I made the right decision ചിന്തിക്കാൻ കാര്യം എന്താണ്? താങ്ക് യു ഷെറിൻ, താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ ടു യുവർ പേജ്. എൻ്റെ പേര് മേഘ മാത്യു. ഞാൻ കാനഡയിൽ ഒരു ആറനായിട്ട് വർക്ക് ചെയ്യുവാണ്. അതോടൊപ്പം തന്നെ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഒരു ഡിജിറ്റൽ ബിസിനസ് റൺ ചെയ്യുന്നു. ഞാൻ ഹസ്ബൻഡ് 3 കുട്ടികളുമായിട്ട് കാനഡയിൽ ഇപ്പോൾ സെറ്റിൽഡ് ആയിട്ട് 13 വർഷമായി. ഇപ്പൊ ഷെറിൻ ചോദിച്ചാൽ ഞാനും ഇവിടെ എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് നമ്മുടെ പ്ലാറ്റ്ഫോമിനെ പറ്റി, അതായത് നമ്മുടെ ബിസിനസ്സിലുള്ള ഫ്ലെക്സിബിലിറ്റി. ആക്ച്വലി അതാണ് എനിക്ക് മെയിൻ ആയിട്ടും ഈ ഒരു പ്ലാറ്റ്ഫോം അട്രാക്റ്റീവ് ആവാനുള്ള ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത്. കാരണം ഞാനൊരു നേഴ്സാണ്, ഫുൾ ടൈം വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഞാനൊരു സെക്കൻഡ് ജോബും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ ഓൾമോസ്റ്റ് ലൈക്ക് 7 days വർക്കിംഗ് എന്ന് പറയാം. അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആകെ ബേൺ ഔട്ട് ആയി. പിള്ളേരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ എനിക്ക് സമയമില്ല, മര്യാദയ്ക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, കുറേ കാര്യങ്ങൾ അങ്ങനെ മിസ്സായിപ്പോയി. അപ്പൊ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെ എന്നെ കൊണ്ട് കുറെ നാൾ പോകാൻ പറ്റത്തില്ല, എനിക്കൊരു ബ്രേക്ക് വേണ്ട സമയമായെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ എന്തെങ്കിലും വേണമെന്ന് മാറ്റി ചിന്തിക്കണം എന്ന് ചിന്തിച്ചു. പക്ഷെ എന്നാൽ എനിക്ക് എൻ്റെ മനസ്സിൽ ഈ പറഞ്ഞ പോലെ ഷെറിനൊക്കെ പറഞ്ഞല്ലോ, ബിസിനസ് കണ്ടക്സ്റ്റ് അങ്ങനെ ഒരു കാര്യം എൻ്റെ മനസ്സിൽ പോലും ഇല്ല. കാരണം അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല ഫാമിലി തന്നെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യമേ ചിന്തിക്കുന്നില്ല. ഇതിനു മുമ്പ് ഞാൻ പല ആടുകളും കണ്ടിട്ടുള്ളപ്പോഴൊക്കെ സ്കിപ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ ഇവർ പറയുന്ന കാര്യങ്ങളൊന്നും നടക്കുന്നതല്ല. ഇതിലൊക്കെ കൂടുതൽ നഴ്സുമാർക്ക് സമ്പാദിക്കാൻ പറ്റും. ഒരു ഓവർ ടൈം പോയാലോ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഒരു ജോലി എടുത്താൽ ഉറപ്പായിട്ടും പൈസ ഉണ്ടാക്കാൻ പറ്റും. ഇവർ പറയുന്നത് ശരിയല്ല എന്ന് ചിന്തിച്ചിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ അന്ന് ഒരു ബ്രേക്കിംഗ് പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ഞാൻ പലരെയും കണ്ടു, പല ആടുകൾ, അതായത് പല പ്രൊഫഷണലിലുള്ളവരെ ആടുകൾ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതിൽ എന്തോ ഉണ്ട്. ഇപ്പൊ ബിജി പറഞ്ഞ പോലെ എക്സ്പ്ലോർ ചെയ്യണമെന്ന് ഞാനും അതുപോലെ തന്നെ എന്തോ ആണെന്ന് അറിയാനൊന്ന് ശ്രമിക്കുകയോ ചെയ്തത്. കാരണം നമ്മൾ പലരും ഇങ്ങനെ കാണും, സോഷ്യൽ മീഡിയയിൽ പലതും കാണും, നമുക്കറിയത്തില്ല എന്താ സത്യം എന്താ ഉള്ളതെന്ന് അല്ലേ. അപ്പൊ അതറിയാൻ ഞാൻ ആക്ച്വലി ആ ഒരു സ്റ്റെപ്പ് എടുത്തു. ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ എടുത്തത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ ഇത്രയും സക്സസ് ആയിട്ട് ഈ ബിസിനസ് റൺ ചെയ്യുന്നതിന് കാരണം തന്നെ. അതിൽ എക്സ്പ്ലോർ ചെയ്തപ്പോൾ എനിക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് മനസ്സിലായത്, നമ്മളെ പോലുള്ള സാധാ പ്രൊഫഷണൽസ്, ഒരു ടെക്നിക്കൽ സ്കില്ലും ഇല്ല, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഇങ്ങനെ റീൽസും കാര്യങ്ങളും ഒന്നും ചെയ്യുന്നവരൊന്നുമല്ല ഈ ബിസിനസ് റൺ ചെയ്യുന്നത്. പക്ഷെ അവരെല്ലാം അവരുടെ ബിസി ആയിട്ടുള്ള ലൈഫ് സ്കെഡ്യൂളിൻ്റെ ഒപ്പം പിള്ളേരുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് സമയം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തുകൊണ്ട് ഈ ബിസിനസ് സക്സസ് ആയിട്ട് റൺ ചെയ്യും. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു റൈറ്റ് പ്ലാറ്റ്ഫോം. എനിക്ക് ഇങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് എനിക്ക് വർക്ക് ചെയ്യേണ്ടത്. കാരണം എന്നാലാണ് എനിക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം വേണം, അതിന്റെ ഒപ്പം തന്നെ എനിക്ക് എൻ്റെ ഫാമിലിയോടൊപ്പം തന്നെ ടൈം സ്പെൻഡ് ചെയ്യുകയും ചെയ്യണം. അപ്പൊ ഷെറിന് ഒരു കാര്യം പറഞ്ഞാൽ, ഇറ്റ് വിൽ വർക്ക് അറൌണ്ട് യുവർ ഫാമിലി. ആക്ച്വലി ഇറ്റ് ഈസ് വർക്കിംഗ് അറൌണ്ട് മൈ ഫാമിലി. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ഈ ബിസിനസ്സിൽ വന്നിട്ട് എനിക്ക് കിട്ടിയത്. എൻ്റെ പിള്ളേരുടെ കൂടെ ആണെങ്കിൽ എനിക്കിപ്പോൾ അവരെ ആക്ടിവിറ്റീസിനൊക്കെ ഞാൻ കൊണ്ടുപോയി വിടുന്ന ഒരു 1 hour ഉണ്ട് എനിക്ക്. അതാണ് ഞാൻ ഏറ്റവും കൂടുതലായിട്ട് എൻ്റെ ബിസിനസ്സിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്. ആ 1 hour യൂഷ്വലി ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ റീൽസ് കണ്ട് സ്ക്രോൾ ചെയ്യലും കുറച്ച് നേരം അവരുടെ ആക്ടിവിറ്റീസ് കാണുമെങ്കിലും പിന്നെയും സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്ത് കളഞ്ഞുകൊണ്ടിരുന്ന സമയമാണ്. ഇപ്പൊ അത് ഞാൻ എൻ്റെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയോ ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാൻ എൻ്റെ ബിസിനസ് സക്സസ്ഫുള്ളി റൺ ചെയ്യുന്നത്. കാരണം നമ്മൾ അമ്മമാർ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം നമുക്ക് സമയമില്ലെന്നാണ്. എപ്പോഴും പറയുന്ന ഒരു കാര്യം, നമുക്ക് സമയമില്ല, നമുക്ക് ഓൾറെഡി ജോലിയുണ്ട്, അത് കഴിഞ്ഞ് വന്ന് വീട്ടിൽ കുക്ക് ചെയ്യണം, അത് കൂടാണ്ട് പിള്ളേരുടെ കാര്യങ്ങൾ നോക്കണം, ഇപ്പൊ അവർക്ക് ഹോംവർക്കും കാര്യങ്ങളും ആക്ടിവിറ്റീസിനും ഇതിൻ്റെയൊക്കെ കൂടെ ഇനിയൊരു ബിസിനസ്സോ അല്ലെങ്കിൽ വേറൊരു കാര്യം പഠിക്കാൻ എവിടെയാ സമയം. പക്ഷെ നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഒരു തീരുമാനം എടുക്കണം. ഓക്കെ, നമുക്ക് ഒരു സ്റ്റെപ്പ് എടുത്ത് നമ്മൾ എന്ന് മുന്നോട്ട് വെക്കുന്നോ അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച് ഉണ്ടാകുന്നത്. കാരണം ഞാൻ ആ ചെക്കൗട്ട് ചെയ്ത് നോക്കിയ ആ ഒരു ടൈമാണ് എൻ്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റും ഞാൻ ഇത്ര സക്സസ് ആയിട്ട് ഫാമിലിയോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ട് റൺ ചെയ്യാൻ പറ്റുന്നതും. സോ ഓവർ ടു യു ഷെറിൻ. താങ്ക് യു സോ മച്ച് മേഘ. നമ്മൾ എന്ത് പറയാ, ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇത് ചെയ്യുന്നതെല്ലാം നഴ്സുമാരാണോ അല്ലെങ്കിൽ ഇത് ചെയ്യുന്നതെല്ലാം ലേഡീസ് ആണോ എന്ന് ചോദിക്കാറുണ്ട് അല്ലേ. അതിന്റെ കാരണം ഒരു പക്ഷേ ഇപ്പം മേഘ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഇന്ന് മനസ്സിലായി കാണും. കാരണം നമ്മൾക്ക് എല്ലാവർക്കും നമ്മുടെ എല്ലാവരുടെയും മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ് എന്താണ്, നമുക്ക് എല്ലാവർക്കും നമ്മുടെ പിള്ളേരുടെ കൂടെയുള്ള സമയം അല്ലേ, അതായത് വെരി ഇമ്പോർട്ടൻറ്റ്. വി ഡോണ്ട് വാണ്ട് ടു ഡു സംതിങ് ദാറ്റ് വിൽ കോംപ്രമൈസ് ദാറ്റ് അല്ലേ. ഇപ്പം നമുക്ക് നമ്മുടെ കിച്ചണിൽ ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലുക്രറ്റീവ് ബിസിനസ് ആണിത്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് യുനോ നമ്മൾ ഒരു സൈഡ് ഹസിൽ എന്ന് പറഞ്ഞതിനെ അതിനെ ഒരു താത്തി കാണേണ്ട കാര്യമില്ല. ഇത് വളരെയധികം റിവാർഡിങ് ആയിട്ടുള്ള പെൻഷനബിൾ പ്ലാനുള്ള ഒരു ബിസിനസ്സാണിത്. അപ്പം ഒത്തിരിയും ആൾക്കാർക്ക് ഇപ്പം നമ്മളെപ്പോലൊരു ബിസി ആയിട്ടുള്ള ആൾക്ക് എന്താണ് പോസിബിൾ, വാട്ട് ഈസ് പോസിബിൾ,
നമ്മളിപ്പം ഔട്ട്സൈഡ് പോയി വേറൊരു ബിസിനസ് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് കൈൻഡ് ഓഫ് ഒത്തിരി സമയവും കമ്മിറ്റ്മെന്റും ആൻഡ് ഓൾസോ ഇറ്റ് ഇൻവോൾവ്സ് എ ലോട്ട് ഓഫ് മണി, റൈറ്റ്? അതെല്ലാം ഉണ്ട് അങ്ങനെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഇസ് സംതിങ് ലൈക്ക് യു ക്യാൻ ബിൽഡ് ഇറ്റ് എലോങ് വിത്ത് യുവർ ഫാമിലി വിത്ത് ദ അവൈലബിൾ ടൈം. അതാണ് അതിന്റെ മെയിൻ ഗുഡ് തിങ് ഈ ഒരു ബിസിനസിനെ കുറിച്ച്. നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ? ഒരുപാട് ആൾക്കാർ എന്താ പറഞ്ഞ മേഘ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ലൈഫിൽ ഒരു ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ടേക്ക് ദാറ്റ് ആക്ഷൻ, വി ഹാവ് ടു ടേക്ക് ദാറ്റ് സ്റ്റെപ്പ് ഫോർവേഡ്, റൈറ്റ്? പക്ഷേ നമ്മളെല്ലാവരും ഒരുപാട് ആൾക്കാർ നമ്മളെല്ലാവരും പേടിച്ചു. നമ്മൾക്കും പേടിയുണ്ടായിരുന്നു, നിങ്ങളെപ്പോലെ തന്നെ നമുക്കും പേടിയുണ്ടായിരുന്ന ആളായിരുന്നു. പക്ഷേ വി ടുക്ക് ദാറ്റ് സ്റ്റെപ്പ് എനിവേ. ലൈക്കിനോ ചില ആൾക്കാർ ഒത്തിരി പറയും, ഓക്കെ ഞാൻ അതിനകത്ത് പൈസ മുടക്കി എനിക്ക് പൈസ പോകുമോ? പക്ഷെ സത്യം പറഞ്ഞാൽ നമ്മൾക്ക് എന്തുമാത്രം പൈസ ഓരോ ദിവസവും നമ്മൾ കളയുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ചെയ്യുന്നില്ല. നമുക്ക് ഒരു വർഷം ബഡ്ജറ്റ് ചെയ്താൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പൈസ ഉള്ളൂ ഈ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇറ്റ്സ് നോട്ട് എ ഹ്യൂജ് എമൗണ്ട് ദാറ്റ് യു കനോട്ട് അച്ചീവ്, റൈറ്റ്? പക്ഷെ അത് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ടൈംസ് ആയിട്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മൾട്ടിപ്പിൾ ടൈംസ് ആയിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു ബിസിനസ്സാണ്, എലോങ് വിത്ത് യുവർ പേഴ്സണൽ ഡെവലപ്മെന്റ്, അല്ലേ? സോ അതാണ് ഇന്ന് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്, ബ്യൂട്ടിഫുള്ളി എക്സ്പ്ലെയിൻഡ് മേഘ. ഓവർ ടു യു എൽസി ചേച്ചി. എൽസി ചേച്ചിക്ക് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ചേച്ചി 2026 ഒരു ചേഞ്ച് നോക്കുന്ന ഒരാൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ കാര്യമെന്ന് പറയാമോ? തീർച്ചയായിട്ടും. താങ്ക് യു ഷെറിൻ. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ ടു യുവർ പേജ്. ഇറ്റ്സ് എ പ്ലഷർ ജോയിൻ വിത്ത് യു ഓൾ ഫ്രം അറൌണ്ട് ദ വേൾഡ്. എൻ്റെ പേര് എൽസി. ഞാനൊരു നേഴ്സാണ് ബൈ പ്രൊഫഷൻ. ഇപ്പോൾ ഒരു ക്ലിനിക്കൽ നേഴ്സ് കൺസൾട്ടൻ്റ് ആയിട്ട് പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുന്നു. ഞങ്ങൾ ഓസ്ട്രേലിയയിലെ ക്യൂൻസ്ലാൻഡിലെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് ആയ സൺഷൈൻ കോസ്റ്റിൽ ഞങ്ങൾ ഫാമിലി ആയിട്ട് സെറ്റിൽ ആയിരിക്കുന്നു, 2 ബോയ്സ്. അപ്പോൾ നേഴ്സിംഗ് പ്രൊഫഷൻ ഒത്തിരി വർഷങ്ങളായിട്ട് ചെയ്യുന്നു. അപ്പോൾ വേറൊരു ജോലിയും ചെയ്തിട്ടില്ല, വേറൊരു ജോലിയും ജീവിതത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ചിട്ടില്ല, അത് ആഗ്രഹിച്ചിട്ടില്ല, അതിൻ്റെ ഒരു ആവശ്യം വരുമെന്നും ചിന്തിച്ചിട്ടില്ല വർഷങ്ങളോളം. കാരണം നമ്മൾ ഒരു ബെറ്റർ ലൈഫിന് വേണ്ടിയിട്ടാണല്ലോ ഓസ്ട്രേലിയ, അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നത് തന്നെ. ലൈഫ് നല്ല അടിപൊളിയായിട്ട് പോകുന്നു, നല്ല ഇൻകം കിട്ടുന്നു, നല്ല സേവ് ചെയ്യുന്നു, ലൈഫ് നല്ല ആശുപുഷായിട്ട് പോകുന്നു. ഒരു ആവശ്യങ്ങൾ തോന്നിയിട്ടില്ല വേറൊരു എക്സ്ട്രാ സോഴ്സ് ഓഫ് ഇൻകത്തിനെ കുറിച്ച്. പിന്നെ കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ അറിയാലോ നേഴ്സസിന്റെ ജോലിയുടേതാ ആയിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. അപ്പൊ നൈറ്റ് ഷിഫ്റ്റ് ഞാൻ മോസ്റ്റ് ഹേറ്റഡ് സംതിങ് ഇൻ നഴ്സിംഗ് ജോബ്. കാരണം വർക്ക് ചെയ്യുന്നതിന് എനിക്ക് കുഴപ്പമില്ല, പക്ഷേ ഡെയിലി എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. എനിക്ക് ഡെയിലി കിടന്ന് ഉറങ്ങാൻ പണ്ടേ ശീലിച്ചിട്ടില്ല ഒരാത്താളെ. പകല് കിടന്ന് ഉറങ്ങാനായിട്ട് പറ്റത്തില്ല. കാല് കഴപ്പും ഭയങ്കര ബുദ്ധിമുട്ടുകൾ. പിന്നെ നേഴ്സിംഗ് കുറെ വർഷം ചെയ്യുമ്പോൾ അറിയാലോ നടുവേദന, കാല് വേദന, അങ്ങനെ എല്ലാ ബുദ്ധിമുട്ടുകളും. അപ്പൊ ഞാൻ ഓക്കെ എനിക്ക് ഈ നൈറ്റ് ഷിഫ്റ്റ് ഒന്ന് മാറണം. അപ്പൊ ഞാൻ ഓക്കെ എന്നാ പിന്നെ വേറെ എന്തെങ്കിലും ഒരു നേഴ്സിംഗ് തന്നെ വേറെ പോകാന്ന് ഓർത്തോണ്ട് ഞാൻ ആദ്യത്തെ മാസ്റ്റേഴ്സ് പഠിക്കാൻ തുടങ്ങി. 2.5 വർഷം കൊണ്ട് ഞാൻ ഫുൾ ടൈം ജോലി ചെയ്ത് കൊച്ചു പിള്ളേരെയും വെച്ചുകൊണ്ട് 2.5 വർഷം ഫുൾ ടൈം സ്റ്റഡി ചെയ്ത് ആദ്യത്തെ മാസ്റ്റേഴ്സ് തന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ എഡ്യൂക്കേറ്റർ ആയിട്ട് കുറെ ഒക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഓർത്തു ഓക്കെ ഇത് എൻജോയ് ചെയ്യുന്നില്ല. ഇഫ് ഐ കാണ്ട് എൻജോയ് സംതിങ് ഐ കാണ്ട് ഡു ഇറ്റ്. ഐ ക്വിറ്റ് വെരി ക്വിക്ക്ലി. ഇഫ് ഐ ഡോണ്ട് എൻജോയ് സംതിങ് ഐ ക്വിറ്റ് വെരി ഈസിലി. ദെൻ അപ്പൊ ഓക്കെ എന്നാ പിന്നെ വേറെ ഒരു ഫീൽഡ്. അപ്പോഴത്തേക്കും പിന്നെ മാനേജ്മെന്റ് ഒരു പൊസിഷനിൽ എനിക്ക് ഓക്കെ അത് ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. അപ്പൊ അന്നോർത്ത് ഞാൻ അതിനടുത്ത് സെക്കൻഡ് മാസ്റ്റേഴ്സ് ചെയ്യാൻ തുടങ്ങി. അതും ഫുൾ ടൈം ജോലി ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. നമുക്ക് ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ഉണ്ടെന്ന് ഓർക്കണം. അതിന് 2ാമത്തെ മാസ്റ്റേഴ്സും പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ജോലി ചെയ്തു. ജോലി വാസ് റിയലി എൻജോയബിൾ. ഐ ലവ്ഡ് ഇറ്റ്. പക്ഷേ ലോങ് അവേഴ്സ് നമ്മളൊരു മാനേജ്മെന്റ് പൊസിഷൻ ചെയ്യുമ്പോഴത്തേക്കും, ഒരു നേഴ്സ് മാനേജറൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഹാൻഡ് ഓവർ കൊടുക്കാൻ ആരുമില്ല. നമുക്ക് 8 അവേഴ്സിന് പകരം 9 അവേഴ്സ് 10 അവേഴ്സാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. അപ്പൊ അത് ഹെയ്റ്റ് ചെയ്യാൻ തുടങ്ങി സ്ലോലി. കാരണം നോ ഫാമിലി ടൈം. നമ്മൾ ഒരു 2 ദിവസം ഡേ ഓഫ് കിട്ടുമ്പോഴത്തേക്കും നമ്മൾ എന്തെല്ലാം കാര്യങ്ങളിലാണ് നമ്മൾ ക്യാച്ചപ്പ് ചെയ്യുന്നത്. അതിന്റെ ഇടയ്ക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായി. കാരണം എനിക്കൊരു എമർജൻസി മേജർ സർജറി ചെയ്യേണ്ട വന്നു. കുറെ മാസം റെസ്റ്റ് എടുത്തിരിക്കേണ്ട വന്നു. നമുക്കറിയാലോ സിക്ക് ലീവ് എത്ര കിട്ടും. എനിക്ക് 2 ആഴ്ചത്തോളാണ് പെയ്ഡ് സിക്ക് ലീവ് കിട്ടിയത്, ബാക്കി വിത്തൗട്ട് പേ. അപ്പൊ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്ക് ഇതൊരു ഐ ഓപ്പണിംഗ് സെനാറിയോ ആണ്. കാരണം നമ്മൾ ഫിസിക്കലി നമ്മൾ വെൽ ഏബിൾ ആണ്. നമ്മൾ ഓടി നടന്ന് ജോലി ചെയ്യാനുള്ള സമയത്താണ് നമുക്ക് ഇൻകം കിട്ടത്തുള്ളൂ. നമുക്ക് ഇത്രയും തൗസൻഡ്സ് ഓഫ് ഡോളേഴ്സ് നമുക്ക് ഇൻകം കിട്ടുന്ന ആ സോഴ്സ് നമ്മൾ അടഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ആനുവേഷനിൽ നിന്നും നമ്മുടെ സേവിങ്സിൽ നിന്നും എടുത്ത് എത്ര മാസം അല്ലെങ്കിൽ എത്ര വർഷം നമുക്ക് ഡീസന്റ് ലൈഫ് നയിക്കാനായിട്ട് പറ്റും? വളരെ കുറച്ച് നാളെ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ റെസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഞാൻ ജോലി തുടങ്ങിയപ്പോഴത്തേക്കും പിന്നെ എന്റെ ഗ്രേറ്റ് ടോയിന് ഒരു മേജർ ഇഞ്ചുറി വന്ന്
സ്കിൻ മാത്രമേ കട്ട് ഓഫ് ആയാനുള്ളൂ, ഓൾമോസ്റ്റ് കട്ട് ഓഫ് ആയിപ്പോയി. അപ്പോൾ അതിനും പിന്നെ സർജറി കഴിഞ്ഞ് കുറച്ച് ആഴ്ചകൾ വിത്തൗട്ട് പേയിൽ വീട്ടിലിരിക്കണ്ടാവുന്നു. അപ്പൊ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്ക് വി ഹാവ് ടു വർക്ക് ഔട്ട് സംതിങ്. കാരണം നമുക്ക് വയ്യാതിരുന്നാൽ, നമുക്ക് ഓടി നടക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് വീട്ടിലിരുന്ന് ഓൺലൈനിൽ വി ഹാവ് ടു ലുക്ക് ഫോർ സംതിങ്. ഓക്കെ, എന്നാലും അത് സൈഡിൽ വെച്ചു. ഓക്കെ, ഇങ്ങനെ വേണം എന്നുള്ളത് സൈഡിൽ വെച്ചു. പക്ഷെ ഞങ്ങൾ 1 വർഷം മുമ്പ് ഞങ്ങൾ ഒരു സീരിയസ് ഡിസ്കഷൻ ചെയ്തു. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 65-70 ചെയ്തുകൊണ്ട് പോകാനായിട്ട് എനിക്ക് താല്പര്യമില്ല. ഞങ്ങൾ ട്രാവൽ അറൗണ്ട് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പൊ ട്രാവൽ അറൗണ്ട് ചെയ്യണമെങ്കിൽ ടൈം ഫ്രീഡം വേണം, ടൈം ഫ്രീഡം വേണമെങ്കിൽ ഫൈനാൻഷ്യൽ ഫ്രീഡം വേണം. റെഗുലർ ഇൻകം വന്നുകൊണ്ടിരിക്കാതെ നമുക്ക് ട്രാവൽ അറൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അത് ഇപ്പൊ ആ പഴയ സെനാറിയോസും ഇതും കൂടെ എല്ലാം കമ്പൈൻ ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ തീരുമാനിച്ചു, ഓക്കെ, സംതിങ് വി നീഡ് ഓൺലൈൻ, എന്നാലേ നമുക്ക് ഇത് പറ്റത്തുള്ളൂ. അപ്പൊ അന്നേരം ഞാൻ ഇങ്ങനെ ഈ ആടുകൾ പലരുടെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഒരാളുടെ മാത്രമല്ല കണ്ടിട്ടുള്ളൂ. അപ്പൊ ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നഴ്സസ് ചെയ്യുന്നുണ്ട്, ഡോക്ടേഴ്സ് ചെയ്യുന്നുണ്ട്, എല്ലാം നല്ല പ്രൊഫഷണൽസ് ആണ് ചെയ്യുന്നത്. അപ്പൊ ഓസ്ട്രേലിയയിലോ അല്ലെങ്കിൽ അമേരിക്ക, കാനഡയിലൊക്കെ ഇമിഗ്രന്റ് ആയിട്ട് വന്നിരിക്കുന്ന മലയാളികള് ഇല്ലീഗൽ ആയിട്ടുള്ള എന്തായാലും ഒരു സംഭവം നമ്മൾക്ക് ചെയ്യത്തില്ല. കാരണം നമ്മുടെ രജിസ്ട്രേഷന്, നമുക്ക് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് അല്ലെ, അതിനൊക്കെ എന്തെങ്കിലും പ്രശ്നം വരുന്ന ഒരു സംഭവങ്ങളിലും നമ്മൾ ഏർപ്പെടുത്തില്ല എന്നുള്ള ആ ഒരു ഗ്യാരണ്ടി. കാരണം എനിക്കതുണ്ടായിരുന്നു. കാരണം ഞാനൊരിക്കലും കാരണം ഇത്രയും നമ്മൾ പഠിച്ച് ഈ ഒരു ഇത് വന്ന് നമുക്ക് ആ ഇതിന് ഹാംഫുൾ ആയിട്ടുള്ള ഒരു സംഭവത്തിലും ഞാൻ ഏർപ്പെടുത്തില്ല. അതുപോലെ തന്നെ ആയിരിക്കില്ല, നമ്മളെ പോലെ തന്നെ വന്നവരല്ലേ ഈ പ്രൊഫഷണൽസ് എല്ലാവരും. അപ്പൊ അവരൊക്കെ ഈ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് റൈറ്റ് ആണ്, അത് ലീഗൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്നോർത്ത് അപ്പൊ അതിനകത്ത് എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ചു. ഞാനൊരു ടെക്നിക്കൽ എക്സ്പേർട്ട് അല്ല. അപ്പൊ ഞാൻ സംസാരിച്ചപ്പോൾ മനസ്സിലായി, കാരണം ടെക്നിക്കൽ എക്സ്പേർട്ട് നമ്മുടെ ജോലിയുടേതായ സംഭവങ്ങളെ എനിക്ക് അറിയത്തുള്ളൂ, ആ കമ്പ്യൂട്ടർ സ്കിൽസേ എനിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് മാനേജ് ചെയ്യാന്ന് മനസ്സിലായി. നമ്മൾ വീഡിയോസ് എല്ലാം വാച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് ലീഗൽ ബിസിനസ് ആണ്. നമുക്ക് സപ്പോർട്ട് ഉണ്ട്, നമുക്ക് 1-to-1 മെന്ററിംഗ് ഉണ്ട്, ബിസിനസ് കോച്ച് ഉണ്ട്, ഓൺലൈൻ സപ്പോർട്ട്, പിന്നെ ഈ ഗ്ലോബൽ ബിസിനസ് ആയത് കാരണം നമുക്ക് ഈ ഓൺലൈൻ കമ്മ്യൂണിറ്റി 24 hours ഓപ്പൺ ആണെന്നുള്ള ഒരു കാര്യം, അത് വളരെ ഒത്തിരി നല്ലൊരു കാര്യമായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെന്റർ അല്ലെങ്കിൽ കോച്ച് നമുക്ക് എപ്പോഴും അവൈലബിൾ ആണോന്നില്ല. കാരണം അവർക്ക് ഉണ്ട് ഒരു പ്രൊഫഷൻ ഉണ്ട്, ഒരു ലൈഫ് ഉണ്ട്, അവർക്ക് അവരുടെ സോഷ്യൽ ലൈഫ് ഉണ്ട്, ഫാമിലി ലൈഫ് ഉണ്ട്, എല്ലാ കമ്മിറ്റ്മെന്റ്സ് എല്ലാം ഉണ്ട്. പക്ഷെ ഈ ഗ്ലോബൽ കമ്മ്യൂണിറ്റി ആയത് കാരണം അത് 24 hours അവൈലബിൾ ആണ് എന്നുള്ളത് വളരെ നല്ലൊരു പോസിറ്റീവ് കാര്യമായിട്ട് എനിക്ക് മനസ്സിലായത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഓർത്തെന്ന് വെച്ചാൽ ഞാൻ ടെക്നിക്കൽ എക്സ്പേർട്ട് അല്ല, എനിക്കൊരു ഫേസ്ബുക്ക് പ്രൊഫൈൽ പോലും ഇല്ലായിരുന്നു. 2008 എന്റെ ബ്രദർ ഒരു പ്രൊഫൈൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാനത് ഇനാക്റ്റീവ് ആക്കി വെച്ചിരിക്കുകയാണ്. കാരണം ഐ വാസ് നോട്ട് എ സോഷ്യൽ മീഡിയ പേഴ്സൺ. I used to hate somebody if I see somebody scrolling on social media. I used to argue with my husband, why you are spending time on social media, do something else. അപ്പൊ അതിന് ഞാൻ എനിക്കൊന്നും ഇഷ്ടമല്ലാതിരുന്ന ഒരാളാണ്, ഒരു പ്രൊഫൈൽ പോലില്ല. അപ്പൊ ഞാനോർത്ത്, പക്ഷെ ഇതൊരു ലീഗൽ ബിസിനസ് ആണ്, ഇതിൽ നിന്ന് എനിക്കൊരു നല്ലൊരു അഡീഷണൽ ഇൻകം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ, ഇത് എൻ്റെ ഒരു ഫുൾ ടൈം സാലറിയുടെ ഇൻകം എനിക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ, എൻ്റെ റിട്ടയർമെന്റിന് ശേഷം എനിക്ക് ഒരു റെഗുലർ ഇൻകം ഇതിൽ നിന്ന് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ, അത്രയും ഫുള്ളി ലീഗൽ ആയിട്ടുള്ള ഒരു ബിസിനസ്, ഇത്രയും ജനറസ് ഇൻകം, നമ്മുടെ കോമ്പൻസേഷൻ പ്ലാൻ ഒക്കെ നമ്മൾ വാച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത്രയും നമ്മൾ ഇൻസ്പയർഡ് ആകുവാണ്. കാരണം ഐ വാസ് റിയലി ലുക്കിംഗ് ഫോർ സംതിങ് ലൈക്ക് ദാറ്റ്. എസ്പെഷ്യലി ഒരു എനിക്ക് ബോസ് ഇല്ല എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് ഏറ്റവും അഡ്വാൻറ്റേജസ് ആയിട്ട് തോന്നിയത്. നമുക്ക് ആർക്ക് റിപ്പോർട്ട് കൊടുക്കണ്ട, ഐ എം ഗോയിങ് ടു ബി മൈ ഓൺ ബോസ്. നമുക്ക് ഇൻവെന്ററി ഇല്ല, നമുക്കൊരു ടാർഗറ്റ് മീറ്റ് ചെയ്യേണ്ട, നമുക്ക് ഇന്ന സമയത്ത് ഇത്ര മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്യണം എന്നുള്ള റെസ്ട്രിക്ഷൻസ് ഇല്ല. അത്രയും ഉള്ള ഒരു 100% ഫ്ലെക്സിബിലിറ്റി അതെനിക്ക് ഒത്തിരിയേറെ ഇഷ്ടപ്പെട്ടു. കാരണം പിന്നെ എനിക്ക് ഒരു കാര്യം, ഞാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഐ വിൽ പുട്ട് മൈ ഹാർട്ട് ആൻഡ് സോൾ ടു ഇറ്റ്. സോ എനിക്ക് ആ വിശ്വാസം എനിക്കുണ്ട്. ഐ ബിലീവ്ഡ് ഇൻ മൈ സെൽഫ്. ഇഫ് ദേ ക്യാൻ ഡു ഇറ്റ്, ഐ ക്യാൻ ഓൾസോ ഡു ഇറ്റ്. ഇഫ് ദേ ക്യാൻ ബി സക്സസ്ഫുൾ, ഐ വിൽ ഓൾസോ ബി സക്സസ്ഫുൾ. We just have to believe in ourselves and utilize the resources. So അതാണ് ഞാൻ ചിന്തിച്ചത്. അപ്പൊ അത് തുടങ്ങിയത് എൻ്റെ ലൈഫ് ചേഞ്ചിങ് ഡിസിഷൻ ആണ്. കാരണം ഞാനിപ്പോ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്നു. അല്ലെങ്കിൽ ഈ ബിസിനസ് തുടങ്ങിയില്ലായിരുന്നെങ്കിൽ
എനിക്ക് ഒരിക്കലും പാർട്ട് ടൈമിലേക്ക് പോകുക എന്നുള്ളത് അതൊരു ഡ്രീം മാത്രമായിട്ട് അവശേഷിച്ചേനെ. പടിയും കുത്തിപ്പിടിച്ച് ജോലിക്ക് പോകേണ്ടി വരുമോ എന്ന് ഞങ്ങള് ഇങ്ങനെ വാർഡിലൊക്കെ ഡിസ്കസ് ചെയ്യുമായിരുന്നു. നമ്മുടെ മോർഗേജ് എന്ന് അടച്ചു തീർക്കും, നമ്മുടെ വടിയൊക്കെ കുത്തിപ്പിടിച്ച് നമ്മൾ ജോലിക്ക് വരേണ്ട അവസ്ഥ ചിലപ്പോൾ നമുക്ക് കാണും എന്നുള്ള. അപ്പൊ ആ ഒരു അവസ്ഥ നമുക്കില്ലാതെ നമുക്ക് പാർട്ട് ടൈമിലേക്ക് പോയി എന്നാ ഇൻകം ഒട്ടും കുറയാതെ തന്നെ നമുക്ക് ആ നഴ്സിംഗ് ജോലിയിൽ നിന്ന് കിട്ടുന്ന ആ ഇൻകം റീപ്ലേസ് ചെയ്തുകൊണ്ട് റിട്ടയർമെന്റിന് ശേഷവും നമ്മൾ ട്രാവൽ അറൗണ്ട് ചെയ്യുമ്പോഴും ഞങ്ങളൊക്കെ നാട്ടിൽ പോയപ്പോൾ ഞങ്ങൾ നാട്ടിൽ ഹോളിഡേക്ക് പോയി കഴിയുമ്പോൾ ബിസിനസ്സിൽ ആൾക്കാർ ജോയിൻ ചെയ്തു. അത് നമുക്ക് അതിനകത്ത് നമ്മൾ ഈ ബിസിനസ്സിനകത്ത് ഒന്നും വർക്ക് ചെയ്യുന്നില്ല. കാരണം ആ ഓട്ടോമേറ്റഡ് സിസ്റ്റം നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു. അതൊക്കെ എത്രയും സൂപ്പർ ആണല്ലേ. അങ്ങനെയുള്ള എല്ലാ അഡ്വാൻറ്റേജസും എനിക്ക് യാതൊരു കോംപ്രമൈസും എൻ്റെ ഫാമിലിയിൽ ഇല്ല. എൻ്റെ ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ഹസ്ബൻഡും കൂടെ ഫ്രീക്വന്റ് ട്രിപ്സ് നടത്തുമ്പോൾ തന്നെ ബിസിനസ് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്ന അത്രയും ആ ഒരു പോസിറ്റീവ് തിങ്. ദിസ് വാസ് ദ 100% റൈറ്റ് ഡിസിഷൻ ഐ മെയ്ഡ് ഇൻ മൈ ലൈഫ്, എസ്പെഷ്യലി ടുവേഴ്സ് ഫൈനാൻഷ്യൽ ഫ്യൂച്ചർ. സോ ഇഫ് എനിവൺ ലുക്കിംഗ് ഫോർ a stable income through a legitimate way, this is the best platform for you without interrupting your family life with social life. ഒരു കാര്യത്തിനും തടസ്സമില്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു റെഗുലർ ഇൻകം റിട്ടയർ ചെയ്തതിന് ശേഷം പോലും ജനറേറ്റ് ചെയ്യണം. അതും പിള്ളേരെ നമുക്ക് ബിസിനസ്സിൽ വേണമെങ്കിൽ ചേർക്കാം, പിള്ളേർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്കൊക്കെ നാട്ടിലൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇൻകറേജ് ചെയ്യാനായിട്ട് നമുക്ക് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടല്ലേ. ഇവിടെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ തന്നെ മോർഗേജ് പേ ചെയ്യാനും ഒക്കെ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരവസ്ഥയിൽ നമുക്ക് പിള്ളേർക്ക് എന്തായിട്ട് നമുക്ക് ഇൻഹെറിറ്റൻസ് നമുക്ക് കൊടുക്കാനായിട്ടുണ്ട്. അപ്പൊ അവർക്ക് കൊടുക്കാവുന്ന ബെസ്റ്റ് ഓപ്ഷനാണ് അവരെ ഈ ബിസിനസ്സിൽ ചേർക്കുക, അവരെ ഗൈഡ് ചെയ്യുക, അവരുടെ മെന്ററായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അവരിലേക്ക് നമുക്ക് നമ്മുടെ ആവശ്യം കഴിഞ്ഞ് കഴിയുമ്പോൾ, കാരണം ഈ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ഇൻകം തന്നെ അൺലിമിറ്റഡ് ആണെന്ന് നമ്മളൊക്കെ ബിസിനസിന്റെ ഇൻസൈഡേഴ്സ് ആയ നമുക്കറിയാം. അൺലിമിറ്റഡ് ഇൻകം ആണ് ഒരു സർട്ടൻ പീരീഡ് കഴിഞ്ഞ് നമുക്ക് ഈ ബിസിനസ്സിൽ നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അത് നമുക്ക് പിള്ളേർക്കും കൂടെ കൊടുക്കാൻ കഴിയുന്നതെന്ന് അത്രയും വലിയൊരു അഡ്വാൻറ്റേജ് അല്ലേ. സോറി ഷെറിൻ, ഞാൻ ഐ തിങ്ക് ഐ യൂട്ടിലൈസ്ഡ് എ ലോട്ട് ഓഫ് ടൈം. താങ്ക് യു ഓവർ ടു യു ഷെറിൻ. എനിക്കറിയാം താങ്ക് യു ചേച്ചി. എനിക്കറിയാം എന്താ പറയാ, നമ്മൾ ഈ ബിസിനസ്സിലുള്ള ആൾക്കാര് ലൈക്ക് ഇതിനകത്ത് ഒന്ന് ആക്റ്റീവായി ഇറങ്ങുന്ന ആൾക്കാർ, അതായത് ലൈക്ക് വി സ്റ്റാർട്ട് ലവിങ് വിത്ത് ദ പ്ലാറ്റ്ഫോം അല്ലേ. അതായത് നമ്മൾ ബിസിനസ്, നമ്മുടെ ഇപ്പം ജോലിക്ക് പോയാൽ നമ്മുടെ ഏറ്റവും ഉദ്ദേശം എന്താണ്? ആ ബോസ്, നമ്മുടെ ഒരു ദിവസം നമ്മുടെ ബോസ് ഇല്ലെങ്കിൽ സമാധാനം ഉണ്ടെന്ന് എന്ന് നമ്മൾ ചിന്തിക്കും അല്ലേ. ചേച്ചിയല്ല ഞാൻ ഉദ്ദേശിച്ചത്, ചേച്ചിയപ്പോൾ ഉള്ള ബോസിനെ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ. അപ്പം പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ ബിസിനസ്സിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെ കാണുന്ന ഒരു വലിയ സന്തോഷം. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് അറിയില്ല അല്ലേ. സോ വി ലവ് സ്പെൻഡിങ് ടൈം. ചേച്ചി പറഞ്ഞ പോലെ ചേച്ചി മാസ്റ്റേഴ്സ് ചെയ്തൊക്കെയും ആണെന്നുണ്ടെങ്കിലും യു ആർ നോട്ട് എൻജോയിങ് വാട്ട് യു ആർ ഡൂയിങ്. പക്ഷെ നമ്മുടെ ഈ ബിസിനസിനെ കുറിച്ച് നമ്മൾ വാദോരാതെ സംസാരിക്കേണ്ട കാര്യം അത് തന്നെയാണ്. വി എൻജോയ് ദ പീപ്പിൾ അറൗണ്ട് us, വി എൻജോയ് വാട്ട് വി ആർ ഡൂയിങ് എലോങ് വിത്ത് മേക്കിംഗ് മണി, റൈറ്റ്? അതാണ് ഇതിനകത്തെ ഒരു മെയിൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചേച്ചി പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് ആൾക്കാർ ചിന്തിക്കാത്ത, ബിജി പറഞ്ഞതും അത് തന്നെയാണ്. നമ്മളെല്ലാവർക്കും നമുക്ക് ശരിക്കും ഒരു ആവശ്യം വരുമ്പോൾ മാത്രമേ നമ്മൾ ചിന്തിക്കത്തുള്ളൂ. ഒത്തിരി പേര് ചോദിക്കുന്നതാണ്, നിങ്ങൾ നേഴ്സസ് അല്ലേ, ഡോക്ടേഴ്സ് അല്ലേ, അല്ലെ ഫാർമസിസ്റ്റ് അല്ലേ, നിങ്ങൾക്ക് പോയി ഒരു എക്സ്ട്രാ ഷിഫ്റ്റ് ചെയ്താൽ പോയി, നിങ്ങൾക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാറ്. നമ്മൾ മനസ്സിലാക്കാത്തൊരു കാര്യം എന്താണെന്നറിയാമോ? നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് നേഴ്സിംഗിന്റെ ജോലിയോ അല്ലെങ്കിൽ ഡോക്ടറിന്റെ ജോലിയോ ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. ഓക്കെ ടെലിമെഡിസിൻ ഒക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ സ്കോപ്പ് ഒക്കെ വളരെ കുറവാണ്, പേ ഒത്തിരി കുറവാണ്. ഓക്കെ. പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചേച്ചി പറഞ്ഞ പോലെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. ഇതിനകത്ത് ഞങ്ങൾ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഈ ഒരു ബിസിനസ്സിൽ നമ്മൾ മണി മാത്രമല്ല തരുന്നത്, ഇതിനകത്തുനിന്ന് കിട്ടുന്ന മണി ഞങ്ങൾ പറയും മീനിങ് ഫുൾ മണി എന്ന് പറയും. അതായത് നമുക്ക് ടൈം കൂടെ കിട്ടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുക നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾ വന്നു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തു അതിനുശേഷം വെറുതെ ഇരുന്നാൽ മതി നിങ്ങൾക്ക് ടൈം കിട്ടും നിങ്ങൾക്ക് ഒന്നും ചെയ്യണ്ട എന്ന് ചിന്തിക്കരുത്. ഇറ്റ്സ് നോട്ട് എ ഗെറ്റ് റിച്ച് ക്വിക്ക് സ്കീം. നിങ്ങൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഒരു ദിവസം 1 മണിക്കൂർ അത് നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആണ്. വേർ യു വാണ്ട് ടു സ്പെൻഡ് എന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാം, എപ്പം എങ്ങനെ എവിടെ സ്പെൻഡ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം. പക്ഷേ റെഗുലറായിട്ട് നിങ്ങൾ ടൈം കൊടുക്കണം അതിനകത്ത്. പക്ഷേ നിങ്ങൾക്ക് അതിനകത്ത് പഠിക്കേണ്ട കുറച്ച് സോഫ്റ്റ് സ്കിൽസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് പഠിപ്പിക്കാനായിട്ട് പ്ലാറ്റ്ഫോം ഉണ്ട്, മെന്റർ ഉണ്ട്, കോച്ചസ് ഉണ്ട്, കമ്മ്യൂണിറ്റി ഉണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷെ പഠിക്കാൻ നിങ്ങൾ വില്ലിങ് ആവണം. അത് നിങ്ങൾ പഠിച്ചാൽ മാത്രം പോരാ, പഠിക്കുന്ന അപ്ലൈ ചെയ്യുകയും കൂടെ വേണം. അതെല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദിസ് ഇസ് എ ലൈഫ് ചേഞ്ചിങ് ഓപ്പർച്യൂണിറ്റി. ആൻഡ് ദിസ് ക്യാൻ ട്രാൻസ്ഫോം യുവർ ലൈഫ് ലൈക്ക് എനിത്തിങ്. നിങ്ങൾക്ക് മണി വേണോ മണി കിട്ടും.
ടൈം വേണോ ടൈം കിട്ടും, ഫ്രീഡം വേണോ ഫ്രീഡം കിട്ടും. എവറിത്തിങ് ഈസ് ദെയർ. ആൻഡ് ഡു യു വാണ്ട് ഫ്രണ്ട്സ് ആൻഡ് യു വിൽ ഗെറ്റ് ഫ്രണ്ട്സ്. ഡു യു വാണ്ട് എ കമ്മ്യൂണിറ്റി, യു വിൽ ഗെറ്റ് കമ്മ്യൂണിറ്റി. ഡു യു വാണ്ട് റെക്കഗ്നീഷൻ, ഡു യു വാണ്ട് റെക്കഗ്നീഷൻ. അതെല്ലാം കിട്ടും. നമ്മൾ നേഴ്സായിട്ട് ജോലി, ഞാനിപ്പോഴും ആലോചിക്കുന്നുണ്ട്, നമ്മൾ നേഴ്സായിട്ടൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് എത്ര പേര് നമ്മളോട് നല്ല ജോലിയായിരുന്നു കേട്ടോ, നന്നായിട്ട് ചെയ്തു, യു വർക്ക് റിയലി ഹാർഡ് ടുഡേ എന്ന് എത്ര പേര് നമ്മുടെ കൊളീഗ്സ് പറയും, നമ്മുടെ ബോസസ് പറയും. ഇല്ല, പക്ഷെ എന്തെങ്കിലും നമ്മൾ നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തില്ല എങ്കിൽ, നമ്മൾ അന്നത്തെ ജോലി നമ്മൾ നടുവൊടിഞ്ഞിറക്കി ഉറങ്ങി വരുന്നത്, പക്ഷെ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വിട്ടുപോയെങ്കിൽ അത് നമ്മൾ കറക്റ്റായിട്ട് നോട്ടിഫൈ ചെയ്യും, ഇല്ലേ? അപ്പം നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ അത്? പക്ഷെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നമുക്ക് കിട്ടുന്ന ഒരു വലിയൊരു കാര്യമാണ് റെക്കഗ്നീഷൻ. ഓക്കെ, നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാർ ഓക്കെ താങ്ക് യു, അല്ലെങ്കിൽ നന്നായിട്ട് ചെയ്തു എന്ന് പറയാനും എൻകറേജ് ചെയ്യാനും, നമ്മൾ ഡൗൺ ആകുമ്പോൾ എന്ത് പറ്റി എന്ന് ചോദിക്കാനുള്ള ആൾക്കാർ. ഓക്കെ, ആൻഡ് ദാറ്റ്സ് വാട്ട് വി ആർ ആക്ച്വലി ഏർണിംഗ് എലോങ് വിത്ത് ദ മണി, റൈറ്റ്? അതാണ് നമ്മളെ എൻകറേജ് ചെയ്യുന്ന, അപ്ലിഫ്റ്റ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണിത്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഈ യു ആർ എ പേഴ്സൺ ലൈക്ക്, നിങ്ങൾ ഒരു പക്ഷേ ഒത്തിരി നിങ്ങളുടെ ലൈഫിൽ എന്താ പറയുക, ലോൺലി ആയ ആൾക്കാരായിരിക്കും. മേ ബി യു ആർ ലുക്കിംഗ് ഫോർ support from people, friends from the platform, അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എൻജോയ് ചെയ്ത് ഒരുമിച്ച് നിന്ന് കൂട്ടത്തിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ബിസിനസ്സാണ്. സോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയണമെന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെവർ ടു ലേറ്റ് ടു എക്സ്പ്ലോർ ദിസ്. ഓക്കെ, ആൻഡ് ചിലപ്പോൾ എനിക്കറിയാം, എന്നോട് പല ആൾക്കാരും പറയാറുണ്ട്, ഷെറിനെ ഞാൻ 4 വർഷം 5 വർഷം നോക്കിയിരുന്നു, എന്നിട്ടാണ് ആ ഡിസിഷൻ എടുത്തതെന്ന്. അപ്പം ഞാൻ ആലോചിക്കും, ആ പറയുന്ന ആൾക്ക് ഒരു പക്ഷേ എൻ്റെ 10 ഇരട്ടി പൊട്ടൻഷ്യൽ ഉള്ള ആളായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി, എൻ്റെ 5 വർഷം നോക്കിയിരുന്നു, വൈ? എന്തുമാത്രം സമയമാണ് വേസ്റ്റ് ആക്കിയത്, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. സോ ദാറ്റ് ഇസ് വാട്ട് വി ഹാവ് ടു തിങ്ക്. ഓക്കെ, ഡോണ്ട് വേസ്റ്റ് എനി മോർ ടൈം. നിങ്ങൾ മുടക്കിയ പൈസ പോകുമോ എന്നുള്ള പേടിയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കയ്യിലുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ടൈം കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്തുനിന്ന് മില്യൻസ് ഉണ്ടാക്കുന്ന ആൾക്കാരും പിന്നെ ബിഗിനേഴ്സിനും എല്ലാം ഉള്ള പ്ലാറ്റ്ഫോം സെയിം തന്നെയാണ്, റിസോഴ്സസ് എല്ലാം സെയിം തന്നെയാണ്. ഇത് ഒൺലി നമ്മുടെ റിസോഴ്സ്ഫുൾനെസ് ആണ്, ഇത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള ഒരു റിസോഴ്സ്ഫുൾനെസ് ആണ് നമ്മളെ സക്സസ്ഫുൾ ആക്കുന്നതിനകത്ത്. ഓക്കെ, അപ്പം ദിസ് ഇസ് ഇൻ യുവർ ഹാൻഡ്, വിത്തിൻ യുവർ ഹാൻഡ്. ഓക്കെ, അങ്ങനെ നമ്മൾ പേടിച്ചോണ്ടിരിക്കേണ്ട കാര്യമില്ല. യു ആർ നോട്ട് ഗോയിങ് ടു ആക്ച്വലി നിങ്ങളുടെ വീട് എഴുതി വെക്കേണ്ടി ഒന്നും വരത്തില്ല. ഓക്കെ, അതുപോലെ അത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇതിനകത്തില്ല. ഓക്കെ, ദർ ഈസ് ഇൻവെസ്റ്റ്മെന്റ്, പക്ഷെ അത് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നു, പക്ഷെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന മണിയുടെ മൾട്ടിപ്പിൾ ടൈംസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, ചില ആൾക്കാർ ചോദിക്കുമ്പോൾ അയ്യോ പൈസ മുടക്കുണ്ടോ, എന്നാൽ ഞാനില്ലേ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിസിനസ് എന്ന് പറഞ്ഞാൽ പൈസ മുടക്കാതെ നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ആരെങ്കിലും പറയുകയാണ് ഓക്കെ യു ഡോണ്ട് ഹാവ് ടു സ്പെൻഡ് മതി, ഓക്കെ $100 തന്നാൽ മതി, നിങ്ങൾക്ക് ഞാൻ മൾട്ടിപ്പിൾ ടൈംസ് അതിൻ്റെ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് എ സ്കാം. ഓക്കെ, അങ്ങനെ ഒരു സംഭവം ഇല്ല. ഓക്കെ, യു നീഡ് ടു ഹാവ് ലൈക്ക് എ ഡീസെന്റ് ഇൻവെസ്റ്റ്മെന്റ് ടു മേക്ക് എ ഗുഡ് എമൗണ്ട് ഓഫ് മണി, റൈറ്റ്? അതാണ് അതിൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ. സോ ബട്ട് അഗെയിൻ ഐ എം ടെല്ലിങ് യു, this is nothing like the investment in this business is nothing like traditional businesses. അതുപോലെയല്ല, നിങ്ങൾക്ക് ഒരു ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇതിനകത്ത്. ഓക്കെ, സോ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആൻഡ് ദിസ് ക്യാൻ ബ്രിങ് യു ലൈക്ക് ഇമ്മൻസ് എമൗണ്ട് ഓഫ് ഫ്രീഡം ദാറ്റ് കംസ് വിത്ത് മണി. ഓക്കെ, അപ്പം താങ്ക് യു ബ്യൂട്ടിഫുൾ ലേഡീസ്, ആൻഡ് താങ്ക് യു എവറിബഡി ഹു വാസ് വാച്ചിങ്. സോ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡോണ്ട് ഹെസിറ്റേറ്റ് ടു റീച്ച് ഔട്ട് ടു എനി ഓഫ് us, ഡോക്ടർ ജീന, വിജി പോൾ, എൽസി ചേച്ചി, മേഘ, or me, anybody, we will be willing to help. Okay, so thank you and have a great evening. Thank you. Thank you. Bye-bye. Bye-bye.